ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കറണ്ട് അഫയേഴ്സ് പഠിക്കാനായിട്ട് എന്തെങ്കിലും ട്രിക്ക് ഉണ്ടോ എന്ന് ഉദ്യോഗാർത്ഥികൾ എന്നും കമൻറ്റിലൂടെ ചോദിക്കാറുണ്ട്. അതിന് ഒറ്റ ട്രിക്ക് മാത്രമേ ഉള്ളൂ, അതായത് എന്നും നിങ്ങൾ കറണ്ട് അഫയേഴ്സ് പഠിച്ചു പോവുക എന്നുള്ളതാണ്. കാരണം എല്ലാ ദിവസവും പഠിക്കുകയാണെങ്കിൽ നിങ്ങളൊരു മാസം അവസാനമാകുമ്പോഴത്തേക്കും ആ ഒരു മാസത്തെ മുഴുവൻ കറണ്ട് അഫയേഴ്സും പെട്ടെന്ന് ഓർത്തെടുക്കാനായിട്ട് പറ്റും. നമ്മൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആദ്യത്തെ 15 ദിവസത്തെ കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് ഫസ്റ്റ് പാർട്ടായിട്ട് നിങ്ങൾക്ക് തരും. അതിനുശേഷം ബാക്കി 15 ദിവസത്തെ ക്ലാസ് സെക്കൻഡ് പാർട്ടായിട്ടും തരുന്നു. എല്ലാവർക്കും ഒറ്റ ദിവസം കൊണ്ട് പഠിച്ചെടുക്കുക എന്നുള്ളത് പോസിബിൾ അല്ല. അതുകൊണ്ടാണ് ഈ 15 ദിവസത്തെ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ തരുന്നത്. അപ്പോൾ ആ ക്ലാസ് കാണാനായിട്ട് താല്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് അവൈലബിൾ ആണ്. ഇന്ന് നമ്മൾ എടുക്കുന്ന ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത് മെയ് മാസത്തിലെ ബാക്കി വരുന്ന കറണ്ട് അഫയേഴ്സ് ആണ്. നമ്മൾ ഇതിൻ്റെ അകത്ത് നിലവിൽ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒത്തിരി സോഴ്സുകളുണ്ട്. അതായത് PSC ബുള്ളറ്റിനുണ്ട്, അതേപോലെ തന്നെ പ്രമുഖമായിട്ടുള്ള പല പ്രസിദ്ധീകരണങ്ങളുണ്ട്. ഇതെല്ലാത്തിൽ നിന്നും കൂടി എടുക്കുന്ന കറണ്ട് അഫയേഴ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് ന്യൂസ് പേപ്പർ ഉൾപ്പെടെ എല്ലാം വരുന്നുണ്ട്. അപ്പോൾ മൊത്തമായി കാണുക. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അതേപോലെ തന്നെ ഉപകാരപ്രദമാണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ മക്കളെ ശ്രദ്ധിച്ച് കേട്ടിരുന്നാൽ മാത്രം മതി. ക്ലാസ് കഴിയുമ്പോഴത്തേക്കും ഏകദേശം 200ഓളം വരുന്ന കറണ്ട് അഫയേഴ്സ് നിങ്ങൾ പഠിച്ചിരിക്കും. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. സിംഗപ്പൂരിൻ്റെ പുതിയ പ്രധാനമന്ത്രിയായി നിയമിതനായത് ആരാണ് എന്ന് ചോദിച്ചാൽ ലോറൻസ് വോങ് ആണ്. ശ്രദ്ധിക്കുക, സിംഗപ്പൂരിൻ്റെ പുതിയ പ്രധാനമന്ത്രിയായി നിയമിതനായത് ലോറൻസ് വോങ്. ഇന്ത്യയുടെ 86ാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആരാണെന്ന് ചോദിച്ചാൽ അത് ശ്രീഹരി LR ആണ്. ഓക്കെ, അപ്പോൾ ശ്രീഹരി LR ആണ് ഇന്ത്യയുടെ 86ാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ. ഓക്കെ, അടുത്ത ചോദ്യം. പ്രമുഖ ബിസിനസ് മാസികയായിട്ടുള്ള ഫോബ് മാസിക, അതാണ് 2025 മെയ്യിൽ പുറത്തുവിട്ട പട്ടിക പ്രകാരം ഏറ്റവും കൂടുതൽ വാർഷിക വരുമാനമുള്ള കായിക താരം ആരാണെന്ന് ചോദിച്ചാൽ അത് ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെയാണ്. നമുക്കറിയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും അതേപോലെ തന്നെ യൂട്യൂബ് ഒക്കെ ആണെങ്കിലും വളരെ നിമിഷങ്ങൾ കൊണ്ട് തന്നെ മില്യൺസ് ആൻഡ് മില്യൺസ് ഫോളോവേഴ്സും അതേപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സും ഒക്കെ വന്നതായിട്ടുള്ളത് നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ. അപ്പോൾ 86ാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആരാ ചോദിച്ചാൽ ശ്രീഹരി LR ആണ്. സിംഗപ്പൂരിൻ്റെ പുതിയ പ്രധാനമന്ത്രിയായി നിയമിതനായത് ലോറൻസ് വോങ് ആണ്. പ്രമുഖ ബിസിനസ് മാസികയായിട്ടുള്ള ഫോബ് മാസിക 2025 മെയ്യിൽ പുറത്തുവിട്ട പട്ടിക പ്രകാരം ഏറ്റവും കൂടുതൽ വാർഷിക വരുമാനമുള്ള കായിക താരം ആരാന്ന് ചോദിച്ചാൽ അത് ക്രിസ്ത്യാനോ റൊണാൾഡോ. പോർച്ചുഗൽ ഫുട്ബോൾ താരമാണ് ആരെന്ന് പറയുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോ. ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമൊന്നുമില്ല. CR7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കൊച്ചു കുട്ടികൾക്കും അറിയാവുന്നതാണ്. അപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ് ഫോബ് മാസിക പുറത്തുവിട്ട ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ വാർഷിക വരുമാനമുള്ള കായിക താരം. ഓക്കെ, അടുത്തത്. അമേരിക്കൻ ബാസ്കറ്റ്ബോൾ താരം സ്റ്റീഫൻ കറിയാണ് രണ്ടാമത്തെ കോടീശ്വരൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ഏറ്റവും വലിയ സമ്പന്നരാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്റ്റീഫൻ കറി. ബ്രിട്ടീഷ് ബോക്സർ ആയിട്ടുള്ള ടൈസൺ ഫ്യൂറിയാണ് പട്ടികയിൽ മൂന്നാമത്തേത്. ഓക്കെ, അടുത്തത്. അർജന്റീനയുടെ ഫുട്ബോൾ താരമായിട്ടുള്ള ലയണൽ മെസ്സിയാണ് 5ാമത്. അപ്പോൾ ഇത് എല്ലാം ഒന്ന് നോക്കി വെച്ചോ. കാരണം മിക്കവാറും ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഒന്നാമത്തെ ആളാണ്, അത് ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ്. CR7 നമ്മുടെ പോർച്ചുഗൽ ഫുട്ബോളറാണ് ആരെന്ന് പറയുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോ. രണ്ടാമത്തേതാണ് സ്റ്റീഫൻ കറി എന്ന് പറയുന്നത് അമേരിക്കൻ ബാസ്കറ്റ്ബോൾ താരമാണ് സ്റ്റീഫൻ കറി. ഇനി ബ്രിട്ടീഷ് ബോക്സറാണ് ടൈസൺ ഫ്യൂറി. പട്ടികയിൽ 3ാം സ്ഥാനമാണ് ടൈസൺ ഫ്യൂറിക്ക് ലഭിച്ചത്. അർജന്റീനയുടെ ഫുട്ബോൾ താരം ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് ലയണൽ മെസ്സി. 5ാമതാണ് ലയണൽ മെസ്സിയുടെ സ്ഥാനം എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യം സെറ്റാണല്ലോ. അടുത്തത്. ദേശീയ ഭീകരവാദ വിരുദ്ധ ദിനം എന്നാന്ന് ചോദിച്ചാൽ അത് മെയ് 21 ഒരു കാലത്ത് PSC ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ് ദേശീയ ഭീകരവാദ വിരുദ്ധ ദിനം എന്നാണ്. അപ്പോൾ ഈ മെയ് മാസം അല്ലെങ്കിൽ ജൂൺ മാസത്തിലൊക്കെ വരുന്ന എക്സാമുകളാണെങ്കിൽ അതിൻ്റെ അകത്ത് ഒരു ദിനമെങ്കിലും PSC ചോദിക്കാറുണ്ട്. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഡേറ്റ് ആണ് ഈ പറയുന്ന മെയ് 21, ദേശീയ ഭീകരവാദ വിരുദ്ധ ദിനം. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി 1991 ശ്രീ പെരുംപുത്തൂരിൽ വധിക്കപ്പെട്ടതിൻ്റെ ഓർമ്മ ദിനമാണ് ദേശീയ ഭീകരവാദ വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ ദേശീയ ഭീകരവാദ വിരുദ്ധ ദിനം എന്നാന്ന് ചോദിച്ചാൽ മെയ് 21 നമ്മുടെ മുൻ പ്രധാനമന്ത്രിയായിട്ടുള്ള രാജീവ് ഗാന്ധി 1991
ശ്രീ പെരുമ്പുത്തൂരിൽ വധിക്കപ്പെട്ടതിൻ്റെ ഓർമ്മ ദിനമാണ് എന്ത് ദിനമായിട്ട് ആചരിക്കുന്നത്? ദേശീയ ഭീകരവാദ വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ജനങ്ങൾക്കിടയിൽ സമാധാനം, മാനവികത, ഐക്യം, സൗഹാർദ്ദം എന്നിവയുടെ സന്ദേശം പ്രചരിപ്പിക്കുകയും ഭീകരവാദത്തിൻ്റെ സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങളെക്കുറിച്ച് അവരെ ബോധവൽക്കരിക്കുകയും ചെയ്യുക എന്നതാണ് ഈ ദിനാചരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ദേശീയ ഭീകരവാദ വിരുദ്ധ ദിനം മെയ് 21 ആരുടെ ഓർമ്മ ദിനമായിട്ടാണ്? മുൻ പ്രധാനമന്ത്രിയായിട്ടുള്ള രാജീവ് ഗാന്ധി 1991 ശ്രീ പെരുമ്പുത്തൂരിൽ വധിക്കപ്പെട്ടതിൻ്റെ ഓർമ്മ ദിനമാണ് നമ്മൾ ദേശീയ ഭീകരവാദ വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യം മനസ്സിലായല്ലോ. നമുക്ക് അടുത്തതിലേക്ക് നോക്കാം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ട്രേഡിൻ്റെ ആദ്യ വിദേശ ക്യാമ്പസ് നിലവിൽ വരുന്നത് എവിടെയാണ്? നല്ലൊരു ചോദ്യമാണ്. ഇനി നമുക്ക് എന്താണ് ഇതൊന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ട്രേഡിൻ്റെ ആദ്യ വിദേശ ക്യാമ്പസ് മക്കളെ ശ്രദ്ധിക്കുക, എവിടെയാണ്? ദുബായിലാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ട്രേഡിൻ്റെ ആദ്യ വിദേശ ക്യാമ്പസ് നിലവിൽ വരുന്നത് ദുബായിലാണ്. ഓക്കെ, അടുത്തത് കേരളത്തിലെ രണ്ടാമത്തെ ഡ്രോൺ സെൻറ്റർ ഓഫ് എക്സലൻസ് പരിശീലന കേന്ദ്രം നിലവിൽ വന്ന ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ അത് തിരുവനന്തപുരമാണ്. അപ്പോൾ കേരളത്തിലെ പ്രത്യേകം ശ്രദ്ധിക്കുക, കേരളത്തിലെ രണ്ടാമത്തെ ഡ്രോൺ സെൻറ്റർ ഓഫ് എക്സലൻസ് പരിശീലന കേന്ദ്രം നിലവിൽ വന്ന ജില്ലയാണ്. രണ്ടാമത്തെയാണ് തിരുവനന്തപുരം. ഒന്നാമത്തെ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ ഏതാണ്? അത് കാസർഗോഡാണ്. അപ്പോൾ ആദ്യത്തെ ചോദിച്ചാൽ കാസർഗോഡും രണ്ടാമത്തെ ചോദിച്ചു കഴിഞ്ഞാൽ അത് തിരുവനന്തപുരമാണ്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിലുള്ള അസാപ് കേരളയും തമിഴ്നാട് അണ്ണാ സർവകലാശാലയുടെ സെൻറ്റർ ഫോർ എയറോസ്പേസ് റിസർച്ച് ഡ്രോൺ സെൻറ്റർ ഓഫ് എക്സലൻസും സംയുക്തമായാണ് ഡ്രോൺ സെൻറ്റർ ഓഫ് എക്സലൻസ് പരിശീലന കേന്ദ്രം നാഗൂരിൽ രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ആരംഭിച്ചത് എന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പോൾ കേരളത്തിലെ രണ്ടാമത്തെ, ശ്രദ്ധിക്കുക, കേരളത്തിലെ രണ്ടാമത്തെ ഡ്രോൺ സെൻറ്റർ ഓഫ് എക്സലൻസ് പരിശീലന കേന്ദ്രം നിലവിൽ വന്ന ജില്ലയാണ് തിരുവനന്തപുരം. സംസ്ഥാനത്തെ ആസാപ്പ് ആരംഭിച്ച ആദ്യ ഡ്രോൺ പരിശീലന കേന്ദ്രം അതെവിടെയാണെന്ന് ചോദിച്ചാൽ അത് ആദ്യത്തെ കാസർഗോഡും രണ്ടാമത്തെ തിരുവനന്തപുരമാണ്. ഇനി എവിടെയാണ് എന്ന് ചോദിച്ചാൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിലുള്ള അസാപ് കേരളയും അതേപോലെ തന്നെ തമിഴ്നാട് അണ്ണാ സർവകലാശാലയുടെ സെൻറ്റർ ഫോർ എയറോസ്പേസ് റിസർച്ച് ഡ്രോൺ സെൻറ്റർ ഓഫ് എക്സലൻസും സംയുക്തമായാണ് ഡ്രോൺ സെൻറ്റർ ഓഫ് എക്സലൻസ് പരിശീലന കേന്ദ്രം നാഗൂർ രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ആരംഭിച്ചത്. അടുത്തത് സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ കേരളമാണ്. ഓക്കെ, അപ്പോൾ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനം ചോദിച്ചാൽ മക്കളെ അത് കേരളമാണ്. സംസ്ഥാന സർക്കാർ 2022 ആരംഭിച്ച ഡിജി കേരളം പദ്ധതിയിലൂടെയാണ് കേരളം ഈ നേട്ടം കൈവരിച്ചത്. അപ്പോൾ സംസ്ഥാന സർക്കാർ 2022 ആരംഭിച്ച ഡിജി കേരളം പദ്ധതിയിലൂടെയാണ് കേരളം ഈ നേട്ടം കൈവരിച്ചത്. 14 മുതൽ 65 വയസ്സ് വരെയുള്ളവരുടെ കണക്കുകളാണ് ഡിജിറ്റൽ സാക്ഷരത കണക്കാക്കുന്നതിന് വേണ്ടി പരിഗണിച്ചത്. ഓക്കെ, അപ്പോൾ 14 മുതൽ 65 വയസ്സ് വരെയുള്ള അവരുടെ കണക്കുകളാണ് ഡിജിറ്റൽ സാക്ഷരത കണക്കാക്കുന്നതിന് വേണ്ടി പരിഗണിച്ചത്. ഓക്കെ, അടുത്തത് സ്കൂൾ പാഠ്യപദ്ധതിയിൽ റോബോട്ടിക് സാങ്കേതിക വിദ്യ ഉൾപ്പെടുത്തിയ രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനം. ഉറപ്പായും ഈ ഒരു ചോദ്യത്തിന് ഇന്ന് വളരെയധികം പ്രസക്തിയാണുള്ളത്. കാരണം നമുക്കറിയാം AI, റോബോട്ടിക് സാങ്കേതിക വിദ്യ, ഇതൊക്കെ ഭയങ്കരധികം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഇതൊക്കെയാണ് ഇന്നത്തെ തലമുറ ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നത്, അവരുടെ ഇന്ന് നിലവിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഇനി നമുക്ക് കറണ്ട് അഫയേഴ്സിൽ പ്രതീക്ഷിക്കാം. സ്കൂൾ പാഠ്യപദ്ധതിയിൽ റോബോട്ടിക് സാങ്കേതിക വിദ്യ ഉൾപ്പെടുത്തിയ രാജ്യത്തെ ആദ്യ സംസ്ഥാനം ചോദിച്ചാൽ അത് നമ്മുടെ കേരളമാണ്. 10ാം ക്ലാസ്സിലെ ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി പാഠപുസ്തകത്തിലാണ് സർക്യൂട്ട് നിർമ്മാണം, സെൻസറുകളുടെയും ആക്ടിവേറ്ററുകളുടെയും ഉപയോഗം, കമ്പ്യൂട്ടർ പ്രോഗ്രാമിന് വഴിയുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ നിയന്ത്രണം തുടങ്ങിയ വിദ്യാഭ്യാസ വകുപ്പ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ 10ാം ക്ലാസ്സിലെ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി പാഠപുസ്തകത്തിൽ തന്നെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ പറയുന്ന റോബോട്ടിക് സാങ്കേതിക വിദ്യ ഉൾപ്പെടുത്തിയത്. അപ്പോൾ സംസ്ഥാനം ചോദിച്ചാൽ നമുക്ക് എന്താണ് അഭിമാനിക്കാം, കേരളമാണെന്നുള്ളത്. ഓക്കെ, ഇനി അടുത്തത് ഭൗതിക വെല്ലുവിളി നേരിടുന്നവരുടെ സമഗ്ര വികസനത്തിനായി തൊഴിൽ പരിശീലനം, നൈപുണ്യ വികസനം എന്നിവ നൽകുന്നതിനായി സാമൂഹ്യ നീതി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയുടെ പേരാണ് പ്രചോദനം. ഓക്കെ, അപ്പോൾ ഭൗതിക വെല്ലുവിളി നേരിടുന്നവരുടെ
സമഗ്ര വികസനത്തിനായി തൊഴിൽ പരിശീലന, നൈപുണ്യ വികസന എന്നിവ നൽകുന്നതിനായി സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് പ്രചോദനം. ശ്രദ്ധിക്കുക, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത്, ഒലിവ് റീഡ്ലി കടലാമകളെ സംരക്ഷിക്കുന്നതിനുള്ള ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് മിഷന്റെ പദ്ധതിയുടെ പേരാണ് ഓപ്പറേഷൻ ഒലീവിയ. ഓൾറെഡി ഇത് ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ്. ഇപ്പോൾ ആ ഒരു ടൈമായി, അതുകൊണ്ടാണ് ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത്. ഒലിവ് റീഡ്ലി കടലാമകളെ സംരക്ഷിക്കുന്നതിനുള്ള ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് മിഷന്റെ പദ്ധതിയുടെ പേരാണ് ഓപ്പറേഷൻ ഒലീവിയ. ശ്രദ്ധിക്കുക, ഓപ്പറേഷൻ ഒലീവിയ, കടലാമകൾ, ഒലിവ് റീഡ്ലി കടലാമകൾ. ഓക്കെ, 2025 അന്താരാഷ്ട്ര ബുക്കർ സമ്മാനത്തിന് അർഹയായ ഇന്ത്യക്കാരി. തീർച്ചയായിട്ടും ഈ ഒരു ചോദ്യം നമുക്ക് അടുത്തൊരു എക്സാമിൽ പ്രതീക്ഷിക്കാം. 2025 അന്താരാഷ്ട്ര ബുക്കർ സമ്മാനത്തിന് അർഹയായ ഇന്ത്യക്കാരി ആരാന്ന് ചോദിച്ചാൽ മക്കളെ ബാനു മുഷ്താഖ് ആണ്. ഓക്കെ, ആരാണ്? ബാനു മുഷ്താഖ്. അപ്പോൾ 2025 അന്താരാഷ്ട്ര ബുക്കർ സമ്മാനത്തിന് അർഹയായ ഇന്ത്യക്കാരിയാണ് ബാനു മുഷ്താഖ്. കന്നഡ എഴുത്തുകാരി ബാനു മുഷ്താഖിന്റെ ഹാർട്ട് ലാമ്പ് എന്ന കഥാസമാഹാരത്തിനാണ് പുസ്തകം. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് ബാനു മുഷ്താഖ്. ശ്രദ്ധിക്കുക, ബാനു മുഷ്താഖ് ഏത് ലാംഗ്വേജ് ആണ് അത് കൈകാര്യം ചെയ്തെന്ന് ചോദിച്ചാൽ കന്നഡ എഴുത്തുകാരിയാണ്. ഓക്കെ, അപ്പോൾ കന്നഡ എഴുത്തുകാരി ബാനു മുഷ്താഖ് 2025 അന്താരാഷ്ട്ര ബുക്കർ സമ്മാനത്തിന് അർഹയായി. ഈ പറയുന്ന ബാനു മുഷ്താഖിന്റെ കൃതി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃതി ഏതാണ്? ഹാർട്ട് ലാമ്പ് എന്ന് പറയുന്ന കഥാസമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തു വയ്ക്കുക. 2025 അന്താരാഷ്ട്ര ബുക്കർ സമ്മാനം ലഭിച്ചത് ബാനു മുഷ്താഖ്. ബാനു മുഷ്താഖ് കന്നഡ സാഹിത്യകാരിയാണ് ബാനു മുഷ്താഖ്. അദ്ദേഹത്തിന്റെ ഏതാണ് കൃതി എന്ന് ചോദിച്ചാൽ ബാനു മുഷ്താഖിന്റെ കൃതിയാണ് ഏതെന്ന് പറയുന്നത് ഹാർട്ട് ലാമ്പ് എന്ന് പറയുന്ന കഥാസമാഹാരത്തിനാണ് കിട്ടിയത് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ ഈ ബഹുമതി ലഭിക്കുന്ന ആദ്യത്തെ ചെറുകഥാ സമാഹാരമാണ് ഹാർട്ട് ലാമ്പ്. അപ്പോൾ എന്തായാലും ഈ പറയുന്ന ബാനു മുഷ്താഖ് ഓർത്തു വെച്ചോ, 2025 ഹാർട്ട് ലാമ്പ് ഓർത്തു വെച്ചോ, അതേപോലെ തന്നെ കന്നഡ എഴുത്തുകാരിയാന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർത്തു വയ്ക്കുക. ഓക്കെ, മാധ്യമപ്രവർത്തക കൂടിയാണ് ദീപ ബസ്തിയാണ് കഥാസമാഹാരം ഇംഗ്ലീഷിലേക്ക് മൊഴിമാറ്റം നടത്തിയത്. അപ്പോൾ മാധ്യമപ്രവർത്തക കൂടിയായിട്ടുള്ള ദീപ ബസ്തിയാണ് ഈ കഥാസമാഹാരം, അതായത് ഹാർട്ട് ലാമ്പ് എന്ന് പറയുന്നത് അത് എന്തിലേക്ക് ഇംഗ്ലീഷിലേക്ക് മൊഴിമാറ്റം നടത്തിയത്. അന്താരാഷ്ട്ര ബുക്കർ സമ്മാനത്തിന് അർഹയായ രണ്ടാമത്തെ ഇന്ത്യക്കാരിയാണ് ബാനു മുഷ്താഖ്. അപ്പോൾ അന്താരാഷ്ട്ര ബുക്കർ സമ്മാനത്തിന് അർഹയായ രണ്ടാമത്തെ ഇന്ത്യക്കാരിയാണ് ബാനു മുഷ്താഖ്. 2022 അന്താരാഷ്ട്ര ബുക്കർ ഹിന്ദി എഴുത്തുകാരി ഗീതാഞ്ജലി ശ്രീയുടെ ടോംബ് ഓഫ് സാൻഡ് എന്ന പുസ്തകത്തിനായിരുന്നു. അപ്പോൾ 2022 അന്താരാഷ്ട്ര ബുക്കർ ഹിന്ദി പുരസ്കാരത്തിന് അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരത്തിന് അർഹയായത് ഹിന്ദി എഴുത്തുകാരിയായിട്ടുള്ള ഗീതാഞ്ജലി ശ്രീയുടെ ടോംബ് ഓഫ് സാൻഡ് എന്ന പുസ്തകത്തിനായിരുന്നു 2022. 2024 അന്താരാഷ്ട്ര ബുക്കർ സമ്മാനത്തിന് അർഹയായ എഴുത്തുകാരിയാണ് ജെന്നി എയർപൻബൈക്ക്. ഓക്കെ, ജെന്നി എയർപൻബർഗ് നോവൽ കെയ്റോസ് എന്ന് പറയുന്നതാണ്. ജെന്നി എയർപൻബക്കിന്റെ നോവൽ എന്ന് പറയുന്നത് കെയ്റോസ് ആണുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ 2024 അന്താരാഷ്ട്ര ബുക്കർ സമ്മാനത്തിന് അർഹയായ എഴുത്തുകാരിയാണ് ജെന്നി എയർപൻബൈക്ക്. നോവലാണ് കെയ്റോസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി പറയാം മക്കളെ, ശ്രദ്ധിച്ച് കേട്ടിരിക്കുക. തീർച്ചയായിട്ടും ഒരു മാർക്ക് നമുക്ക് ഇതിൻ്റെ ഒന്ന് പ്രതീക്ഷിക്കാം. 2025 അന്താരാഷ്ട്ര ബുക്കർ സമ്മാനത്തിന് അർഹയായ വ്യക്തി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അർഹയായ ഇന്ത്യക്കാരി ആരാണെന്ന് ചോദിച്ചാൽ അത് ബാനു മുഷ്താഖ് ആണ്. ബാനു മുഷ്താഖ് കന്നഡ എഴുത്തുകാരിയാണ് ബാനു മുഷ്താഖ്. ബാനു മുഷ്താഖിന്റെ ഏത് കഥാസമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചതെന്ന് ചോദിച്ചാൽ മക്കളെ വെരി വെരി ഇമ്പോർട്ടൻ്റ്, ഹാർട്ട് ലാമ്പ്. ഓർത്തു വെച്ചോ, ഹാർട്ട് ലാമ്പ്. ഓക്കെ, ഈ ബഹുമതി ലഭിക്കുന്ന ആദ്യത്തെ ചെറുകഥാ സമാഹാരമാണ് ഹാർട്ട് ലാമ്പ്. മാധ്യമപ്രവർത്തകയായിട്ടുള്ള ദീപ ബസ്തിയാണ് ഈ കഥാസമാഹാരം ഇംഗ്ലീഷിലേക്ക് മൊഴിമാറ്റം നടത്തിയത്. അന്താരാഷ്ട്ര ബുക്കർ സമ്മാനത്തിന് അർഹയായ രണ്ടാമത്തെ ഇന്ത്യക്കാരിയാണ് ബാനു മുഷ്താഖ്. ബാനു മുഷ്താഖ് 2022 അന്താരാഷ്ട്ര ബുക്കർ ഹിന്ദി എഴുത്തുകാരിയായ ഗീതാഞ്ജലി ശ്രീയുടെ ടോംബ് ഓഫ് സാൻഡ് എന്ന പുസ്തകത്തിനായിരുന്നു ലഭിച്ചതെന്നുള്ളത് ഓർത്തു വയ്ക്കുക. 2024 അന്താരാഷ്ട്ര ബുക്കർ സമ്മാനത്തിന് അർഹയായ എഴുത്തുകാരിയാണ്
ജെന്നി എർപ്പൻ ബൈക്ക്, നോവൽ കെയ്റോസ് ആണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഓക്കെ, അടുത്തത് മന്ത്രിസഭാ യോഗത്തിലെ പ്രധാന വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി അസം സർക്കാർ അവതരിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത അവതാരികയുടെ പേരാണ്, ശ്രദ്ധിക്കുക, അങ്കിത. അങ്കിത അങ്കിത ഓക്കെ, ഒരു 5 പ്രാവശ്യം പറഞ്ഞോ അങ്കിത. എന്താണ്? മന്ത്രിസഭാ യോഗത്തിലെ പ്രധാന വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി അസം സർക്കാർ അവതരിപ്പിച്ച AI അധിഷ്ഠിത അവതാരിക, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത അവതാരികയാണ് ഏതെന്ന് പറയുന്നത്, ഈ പറയുന്ന അങ്കിത. അങ്കിത ഓക്കെ. ബസ് തകരാറുകൾ വേഗത്തിൽ പരിഹരിച്ച് യാത്രക്കാർക്ക് തടസ്സമില്ലാത്ത യാത്ര ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ KSRTC ആരംഭിച്ച സംവിധാനത്തിന്റെ പേരാണ് റാപ്പിഡ് റിപ്പയർ ടീം. പുതിയൊരു സംരംഭമാണ്, ഗംഭീരമാക്കും എന്ന് തോന്നുന്നു. അപ്പോൾ ബസ് തകരാറുകൾ വേഗത്തിൽ പരിഹരിച്ച് യാത്രക്കാർക്ക് തടസ്സമില്ലാത്ത യാത്ര ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ KSRTC ആരംഭിച്ച സംവിധാനമാണ് റാപ്പിഡ് റിപ്പയർ ടീം എന്ന് പറയുന്നത്. കോമൺവെൽത്ത് ദിനമായി ആചരിക്കുന്ന ദിവസം എന്നാണെന്ന് ചോദിച്ചാൽ മക്കളെ, മെയ് 24 കോമൺവെൽത്ത് ദിനമായിട്ട് ആചരിക്കുന്നത്. 1819 24 ജനിച്ച ഇംഗ്ലണ്ടിലെ വിക്ടോറിയ രാജ്ഞിയുടെ ജന്മദിനമാണ് കോമൺവെൽത്ത് ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ കോമൺവെൽത്ത് ദിനം എന്നാണ് എന്ന് ചോദിച്ചാൽ എന്നാണ്, മെയ് 24 അതായത് 1819 മെയ് 24 ജനിച്ച ഇംഗ്ലണ്ടിലെ വിക്ടോറിയ രാജ്ഞിയുടെ ജന്മദിനമാണ് കോമൺവെൽത്ത് ദിനമായിട്ട് ആചരിക്കുന്നത്. ഒരു കാലത്ത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ കോളനി ആയിരുന്ന രാജ്യങ്ങളായിരുന്നു ഇന്ത്യ. അതുകൊണ്ട് തന്നെ കോമൺവെൽത്ത് ദിനം എന്ത് ചെയ്യുന്നുണ്ട്? ആചരിക്കുന്നുണ്ട്. ഓക്കെ, എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ആദ്യത്തെ മലയാളി വനിത ആരാന്ന് ചോദിച്ചാൽ സഫ്രീന ലത്തീഫാണ്. ഓർത്തു വെച്ചോ, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ആദ്യത്തെ മലയാളിയാണ് ആരെന്ന് പറയുന്നത്? സഫ്രീന ലത്തീഫ്, ആദ്യത്തെ മലയാളി വനിത. അങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കുക, സഫ്രീന ലത്തീഫാണ് എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ആദ്യത്തെ മലയാളി വനിതയാണ് സഫ്രീന ലത്തീഫ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. തപസ്വിനി അമ്മ അമ്പലങ്ങൾക്ക് ശരണമായി ജീവിച്ച പുണ്യവതി എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? ഓക്കെ, ശ്രദ്ധിക്കുക, തപസ്വിനി അമ്മ അമ്പലങ്ങൾക്ക് ശരണമായി ജീവിച്ച പുണ്യവതി എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാന്ന് ചോദിച്ചാൽ MK സാനുവിന്റെ പുസ്തകമാണ് തപസ്വിനി അമ്മ അമ്പലങ്ങൾക്ക് ശരണമായി ജീവിച്ച പുണ്യവതി. ഓക്കെ, സഹോദരൻ അയ്യപ്പൻ, പണ്ഡിറ്റ് KP കറുപ്പൻ, വാഗ്ഭടാനന്ദൻ ഒക്കെ ഒപ്പം പ്രവർത്തിച്ചിട്ടുള്ള സാമൂഹ്യ പ്രവർത്തകയാണ് തപസ്വിനി അമ്മ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സഹോദരൻ അയ്യപ്പനുണ്ട്, അതേപോലെ തന്നെ പണ്ഡിറ്റ് കറുപ്പൻ, വാഗ്ഭടാനന്ദൻ ഇവരുടെ ഒക്കെ കൂടെ പ്രവർത്തിച്ച സാമൂഹ്യ പ്രവർത്തകയാണ് തപസ്വിനി അമ്മ. അഗതികളായ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് 1921 തപസ്വിനി അമ്മ സ്ഥാപിച്ച അമ്പല സദനമാണ് പിന്നീട് SNV സദനം എന്ന പ്രസ്തുത സ്ഥാപനമായി മാറിയതും. അതും ഒന്ന് ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പോൾ തപസ്വിനി അമ്മ അമ്പലങ്ങൾക്ക് ശരണമായി ജീവിച്ച പുണ്യവതി എന്ന പുസ്തകത്തിന്റെ രചയിതാവ് MK സാനുവാണ്. ആരാണ് ഈ തപസ്വിനി അമ്മ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഹോദരൻ അയ്യപ്പൻ, പണ്ഡിറ്റ് KP കറുപ്പൻ, വാഗ്ഭടാനന്ദൻ ഇവരുടെയൊക്കെ ഒപ്പം പ്രവർത്തിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് ആരെന്ന് പറയുന്നത്, ഈ പറയുന്ന തപസ്വിനി അമ്മ എന്ന് പറയുന്നത്. അപ്പോൾ അഗതികളായ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് തപസ്വിനി അമ്മ 1921 എന്ത് SNV സദനം എന്ന പ്രസ്തുത സ്ഥാപനം എന്ത് ചെയ്തത്? സ്ഥാപിച്ചത്. ഓക്കെ, അത്രയും കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്തു വയ്ക്കുക. അടുത്തത് ലോക ഫുട്ബോൾ ദിനം എന്നാണെന്ന് ചോദിച്ചാൽ മെയ് 25 ലോക ഫുട്ബോൾ ദിനമായിട്ട് ആചരിക്കുന്നത്. മെയ് 25 ലോക ഫുട്ബോൾ ദിനം. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനം ചോദിച്ചാൽ അത് മിസോറാമാണ്. 2022-27 മുതൽ നടപ്പിലാക്കി വരുന്ന ഉല്ലാസ് നവഭാരത് സാക്ഷരത എന്ന പദ്ധതിയിലൂടെയാണ് മിസോറാം ഈ നേട്ടം സ്വന്തമാക്കിയത്. അപ്പോൾ ഉല്ലാസ് പദ്ധതി താഴെ പറയുന്നവയിൽ ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ മക്കളെ, അത് ഏത് സംസ്ഥാനമാണ്? മിസോറാം സംസ്ഥാനമാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനം മിസോറാമാണ്. ഉല്ലാസ് എന്ന് പറയുന്നതിൻ്റെ ഫുൾ ഫോം ചോദിച്ചു കഴിഞ്ഞാൽ അണ്ടർസ്റ്റാൻഡിങ് ലൈഫ് ലോങ് ലേണിംഗ് ഫോർ ഓൾ ഇൻ സൊസൈറ്റി എന്നുള്ളതാണ് ഉല്ലാസ് എന്ന് പറയുന്ന ആ ഒരു പദ്ധതിയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത്. വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ, ഉല്ലാസ് പദ്ധതി. അപ്പോൾ ഉല്ലാസ് എന്നത് അണ്ടർസ്റ്റാൻഡിങ് ലൈഫ് ലോങ് ലേണിംഗ് ഫോർ ഓൾ ഇൻ സൊസൈറ്റി എന്നതാണ് ഉല്ലാസ് എന്ന് പറയുന്ന പദ്ധതിയുടെ ഫുൾ ഫോം. ഓക്കെ, പൊതുജനങ്ങൾക്ക് സിവിൽ വ്യവഹാരങ്ങളിലും
ഗുരുതരമല്ലാത്ത ക്രിമിനൽ തർക്കങ്ങളും അതിവേഗ പരിഹാരം ലഭിക്കുന്നതിനായി ലീഗൽ സർവീസ് അതോറിറ്റി ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് സമയം. അപ്പോൾ പൊതുജനങ്ങൾക്ക് സിവിൽ വ്യവഹാരങ്ങളിലും ഗുരുതരമല്ലാത്ത ക്രിമിനൽ തർക്കങ്ങളും അതിവേഗ പരിഹാരം ലഭിക്കുന്നതിനായി ലീഗൽ സർവീസ് അതോറിറ്റി ആരംഭിച്ച പദ്ധതിയാണ് സമയം. പോലീസിനെ കൈകാര്യം ചെയ്യാൻ സാധിക്കാത്തതും അതേപോലെ തന്നെ ക്രിമിനൽ കേസ് ആകാൻ സാധ്യതയുള്ളതുമായ കേസുകൾ പ്രത്യേക പരിശീലനം ലഭിച്ച അഭിഭാഷകരുടെയും കൗൺസിലർമാരുടെയും നേതൃത്വത്തിൽ പരിഹരിക്കുന്നതാണ് ശരിക്കും സമയം പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് ശരിക്കും സമയം പദ്ധതി. അപ്പോൾ പോലീസിന് കൈകാര്യം ചെയ്യാത്ത കേസുകൾ വരെയും എന്താണ് സമയം പദ്ധതിയിലൂടെ അത് ഒത്തുതീർപ്പാക്കുന്നു എന്നുള്ളതും മനസ്സിലാക്കി വയ്ക്കുക. 2025 മെയ്യിൽ കൊച്ചി തീരത്ത് സമീപം അപകടത്തിൽപ്പെട്ട ലൈബീരിയൻ കപ്പലാണ് MSC എൽസ 3 എന്ന് പറയുന്നത്. ഇന്ന് നമുക്ക് എന്താണ് മീൻ കഴിക്കാൻ പോലും പറ്റാത്തതിൻ്റെ ഏറ്റവും വലിയൊരു കാരണവും ഈ പറയുന്ന MSC എൽസ 3 എന്ന് പറയുന്ന കപ്പലാണ്. കാരണം ഈ പറയുന്ന കപ്പൽ കൊച്ചി തീരത്ത് സമീപം അപകടത്തിൽപ്പെട്ടതോടുകൂടി അതിൽ നിന്നും വന്ന പല കണ്ടെയ്നറുകളാണ് പിന്നീട് എന്ത് ചെയ്തത് ഇത് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നതിനെ തുടർന്നാണ് പിന്നീട് എന്ത് ചെയ്യുന്നത് മത്സ്യബന്ധനവും കാര്യങ്ങളൊക്കെ നിർത്തിവച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ വിഴിഞ്ഞത്തു നിന്നും കൊച്ചിയിലേക്ക് യാത്രാമധ്യയാണ് കൊച്ചി തീരത്ത് നിന്ന് 30 നോട്ടിക്കൽ മൈൽ അകലെ അറബിക്കടലിലാണ് ചരക്കു കപ്പൽ അപകടത്തിൽപ്പെട്ടത്. രക്ഷാദൗത്യം നടത്തുന്ന കപ്പലുകൾ അതിൻ്റെ അകത്ത് INS സുജാത, അതേപോലെ തന്നെ ICGS അർണവേഷ്, അതേപോലെ തന്നെ ICGS സാക്ഷം. അപ്പോൾ അർണവേഷും സാക്ഷവും അതേപോലെ തന്നെ INS സുജാത ഈ 3 കപ്പലുകളാണ് ഈ പറയുന്ന MSC എൽസ 3 എന്ന് പറയുന്ന കപ്പൽ, അതായത് ലൈബീരിയൻ കപ്പൽ മുങ്ങിയപ്പോൾ രക്ഷാദൗത്യത്തിനായി എത്തിയ 3 കപ്പലാണ് INS സുജാത, അതേപോലെ തന്നെ ICGS അർണവേഷ്, ICGS സാക്ഷം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ MSC എൽസ 3 ഓർത്തു വച്ചോ, ലൈബീരിയൻ കപ്പലാണ് 2025 മെയ്യിൽ കൊച്ചി തീരത്ത് സമീപം അപകടത്തിൽപ്പെട്ട കപ്പലാണ് MSC എൽസ 3. കൊച്ചി തീരത്താണ് നിലവിൽ എന്ത് ചെയ്യുന്നത് 30 നോട്ടിക്കൽ മൈൽ അകലെ വെച്ചാണ് ചരക്ക് കപ്പൽ അപകടത്തിൽപ്പെട്ടത് എന്നുള്ളതും 3 കപ്പൽ രക്ഷിക്കാൻ വന്നു, സുജാത, അർണവേഷ്, സാക്ഷം. ഇത്രയും ഓർത്തു വയ്ക്കുക. ഓക്കെ, സ്ത്രീകൾക്ക് തങ്ങളുടെ കലാപരമായ വാസനകൾ പ്രകടിപ്പിക്കുന്നതിന് വേദിയൊരുക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന കുടുംബശ്രീ സംസ്ഥാന കലോത്സവത്തിൻ്റെ പേരാണ് അരങ്ങ്. ഓക്കെ, അപ്പോൾ സ്ത്രീകൾക്ക് തങ്ങളുടെ കലാപരമായ വാസനകൾ പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി വേദിയൊരുക്കുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ സംസ്ഥാന കലോത്സവമാണ് അരങ്ങ്. ഓക്കെ, അടുത്തത് 2025 മെയ്യിൽ ഹെൻലി ആൻഡ് പാർട്ട്നേഴ്സ് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ നഗരം ഏതാണെന്ന് ചോദിച്ചാൽ അത് മുംബൈ ആണ്. ഓക്കെ, അപ്പോൾ 2025 മെയ്യിൽ ഹെൻലി ആൻഡ് പാർട്ട്നേഴ്സ് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ നഗരം മുംബൈ. റിപ്പോർട്ട് പ്രകാരം മുംബൈ ആഗോളതലത്തിൽ നോക്കുകയാണെങ്കിൽ 27ാം സ്ഥാനത്താണ് മുംബൈ വരുന്നത്. ഓക്കെ, അപ്പോൾ ആഗോളതലത്തിൽ മുംബൈയുടെ സ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് 27ആണ്. ആഗോളതലത്തിൽ ഏറ്റവും സമ്പന്നമായ നഗരം ചോദിച്ചാൽ അത് ന്യൂയോർക്കാണ്. അപ്പോൾ ആഗോളതലത്തിൽ ഏറ്റവും സമ്പന്നമായ നഗരമാണ് ന്യൂയോർക്ക്. ലണ്ടൻ ആസ്ഥാനമായ ഹെൻലി ആൻഡ് പാർട്ട്നേഴ്സ് ധനസംബന്ധമായ വിവരങ്ങൾ ശേഖരിക്കുന്ന ന്യൂ വേൾഡ് ഹെൽത്ത് എന്ന സ്ഥാപനത്തോടൊപ്പം കൂടി ചേർന്നാണ് ഈ റിപ്പോർട്ട് നിലവിൽ പ്രസിദ്ധീകരിച്ചത്. ഓക്കെ, അപ്പോൾ നിലവിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സമ്പന്നമായ നഗരം ചോദിച്ചാൽ 2025 മെയ്യിൽ ഹെൻലി ആൻഡ് പാർട്ട്നേഴ്സ് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് പ്രകാരം മുംബൈ ആണെന്നുള്ളതും മുംബൈ ഇൻ്റർനാഷണൽ ലെവലിൽ, അതായത് ആഗോളതലത്തിൽ നോക്കുകയാണെങ്കിൽ മുംബൈയുടെ സ്ഥാനം 27ആണ്. ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ ഏതാണെന്ന് ചോദിച്ചാൽ അത് ന്യൂയോർക്കാണ് 1ാം സ്ഥാനം എന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഓക്കെ, 2025 വർഷം ഗഗൻയാൻ വർഷമായി പ്രഖ്യാപിച്ച ബഹിരാകാശ സംഘടനയാണ് ISRO. ഓക്കെ, അപ്പോൾ 2025 വർഷം ഗഗൻയാൻ വർഷമായി പ്രഖ്യാപിച്ച ബഹിരാകാശ സംഘടന ഏതാണെന്ന് ചോദിച്ചാൽ അത് ISRO ആണ്. ബഹിരാകാശത്ത് നിന്ന് വിക്ഷേപിക്കുന്ന മിസൈലുകൾ ഉൾപ്പെടെയുള്ള വിപുലമായ വ്യോമ ഭീഷണികളെ നേരിടുന്നതിനായി ഗോൾഡൻ ഡോം എന്ന മിസൈൽ പ്രതിരോധ സംവിധാനം വികസിപ്പിക്കുന്ന രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് മക്കളെ അമേരിക്കയാണ്. ശ്രദ്ധിക്കുക, ബഹിരാകാശത്ത് നിന്ന് വിക്ഷേപിക്കുന്ന മിസൈലുകൾ ഉൾപ്പെടെയുള്ള വിപുലമായ വ്യോമ ഭീഷണികളെ നേരിടുന്നതിനായി ഗോൾഡൻ ഡോം എന്ന മിസൈൽ പ്രതിരോധ സംവിധാനം വികസിപ്പിക്കുന്ന രാജ്യമാണ് അമേരിക്ക.
ബഹിരാകാശ അധിഷ്ഠിത സെൻസറുകളും ഇന്റർസെപ്റ്ററുകളുമുള്ള ഒരു മിസൈൽ പ്രതിരോധ പദ്ധതിയാണ് ഗോൾഡൻ ഡോം. ഗോൾഡൻ ഡോം മിസൈൽ പ്രതിരോധ സംവിധാനം ബഹിരാകാശം ഉൾപ്പെട്ട ലോകത്തെവിടെ നിന്നും ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകൾ, ട്രോളുകൾ, അതേപോലെ തന്നെ ഡ്രോണുകൾ എന്നിവ നിർവീര്യമാക്കുന്നതിനും ഒരു മൾട്ടി ലൈറ്റ് ഷീൽഡ് സൃഷ്ടിക്കുന്നതിനും രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ബഹിരാകാശ അധിഷ്ഠിത സെൻസറുകളും ഇന്റർസെപ്റ്ററുകളും ഉള്ള ഒരു മിസൈൽ പ്രതിരോധ പദ്ധതിയാണ് ഈ പറയുന്ന ഗോൾഡൻ ഡോം. ഗോൾഡൻ ഡോം എന്ന് പറയുന്ന ഈ ഒരു മിസൈൽ പ്രതിരോധ സംവിധാനം വികസിപ്പിച്ചത് അമേരിക്കയാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഗോൾഡൻ ഡോം മിസൈൽ പ്രതിരോധ സംവിധാനം ബഹിരാകാശം ഉൾപ്പെടെ ലോകത്തെവിടെ നിന്നും ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകൾ, ഡ്രോണുകൾ എന്നിവ നിർവീര്യമാക്കുന്നതിനും ഒരു മൾട്ടി ലൈറ്റ് ഷീൽഡ് സൃഷ്ടിക്കുന്നതിനും രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. അടുത്ത ചോദ്യം, റോഡപകടങ്ങളിൽ പരിക്കേറ്റവരെ ആശുപത്രിയിലോ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലോ എത്തിച്ച് സഹായിക്കുന്ന വ്യക്തികൾക്ക് 25,000 രൂപ പാരിതോഷികം നൽകുന്ന രഹ്വീർ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം. അങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമാണ് ഇന്ന് ആളുകൾ എന്ത് ചെയ്യത്തുള്ളൂ, ആളുകളെ രക്ഷിക്കത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ റോഡപകടങ്ങളിൽ പെടുന്ന ആളുകളെ എന്ത് ചെയ്യുക, അവരെ നേരെ കൊണ്ടുപോയി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലോ അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്ന ഏതെങ്കിലും ആശുപത്രിയിലോ അവരെ കൊണ്ടുപോയി നിലവിൽ ചികിത്സിക്കാനായിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ വ്യക്തികൾക്ക് 25,000 രൂപ പാരിതോഷികം നൽകുന്നു. ആ ഒരു പദ്ധതിക്ക് പറയുന്ന പേരാണ് രഹ്വീർ പദ്ധതി എന്ന് പറയുന്നത്. ഈ ഒരു പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ചോദിച്ചാൽ അത് മകളെ മധ്യപ്രദേശ്. ശ്രദ്ധിക്കുക, മധ്യപ്രദേശ് ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അടുത്തത്, സ്ത്രീകളെ ഡിജിറ്റൽ സാക്ഷരതയെക്കുറിച്ച് അറിയിക്കുന്നതിനും പരിചയപ്പെടുത്തുന്നതിനും സൈബർ ഭീഷണികളിൽ നിന്നും സ്വയം സുരക്ഷിതരാക്കുന്നതിനുള്ള പരിശീലനം നൽകുന്നതിനും ആയി ദേശീയ വനിതാ കമ്മീഷന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ക്യാമ്പയിൻ്റെ പേരാണ് യശോദ AI എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്ത്രീകളെ ഡിജിറ്റൽ സാക്ഷരതയെക്കുറിച്ച് അറിയിക്കുന്നതിനും പരിചയപ്പെടുത്തുന്നതിനും സൈബർ ഭീഷണികളിൽ നിന്നും സ്വയം സുരക്ഷിതരാക്കുന്നതിനുള്ള പരിശീലനം നൽകുന്നതിനുമായി ദേശീയ വനിതാ കമ്മീഷന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ക്യാമ്പയിൻ്റെ പേരാണ് യശോദ AI. ഓക്കെ, 2025 മേയിൽ ബ്രിക്സ് ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിൽ ഔദ്യോഗികമായി അംഗമായ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ മക്കളെ അത് അൾജീരിയ ആണ്. അപ്പോൾ 2025 മെയ് ബ്രിക്സ് ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിൽ ഔദ്യോഗികമായി അംഗമായ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് അൾജീരിയ ആണ്. ഓക്കെ, അൾജീരിയ. ഓക്കെ, അപ്പോൾ 2025 മെയ്യിൽ ബ്രിക്സ് ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിൽ ഔദ്യോഗികമായി അംഗമായ രാജ്യമാണ് അൾജീരിയ. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക എന്നീ ബ്രിക്സ് രാജ്യങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുക എന്ന ലക്ഷ്യത്തോടെ ഈ രാജ്യങ്ങൾ ചേർന്ന് 2015 സ്ഥാപിച്ച ഒരു ബാങ്കാണ് ബ്രിക്സ് വികസന ബാങ്ക് അഥവാ ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക്. ഓക്കെ, NDB എന്നും പറയും. ചൈനയിലെ ഷാങ്ഹായ് ആണ് ബ്രിക്സ് ബാങ്കിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ ചൈനയിലെ ഷാങ്ഹായിലാണ് ബ്രിക്സ് ബാങ്കിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. 2025 മെയ്യിൽ ബ്രിക്സ് ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിൽ ഔദ്യോഗികമായി അംഗമായ രാജ്യം ചോദിച്ചാൽ വെരി ഇമ്പോർട്ടൻ്റ്, ശ്രദ്ധിക്കുക, അൾജീരിയ എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ ബ്രിക്സ് രാജ്യങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുക. അതേപോലെ തന്നെ എന്താണ് നിലവിൽ ഇത് സ്ഥാപിച്ചത് 2015 അതേപോലെ തന്നെ എവിടെയാണ് ഇതിൻ്റെ ആസ്ഥാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മകളെ എവിടെയാണ്, ഷാങ്ഹായിലാണ് ഇതിൻ്റെ ആസ്ഥാനം എന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ ബ്രിക്സ് ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിൽ 2025 ഔദ്യോഗികമായി അംഗമായ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്, അൾജീരിയ ആണ്. ഓക്കെ, അടുത്തത് 2025 എത്തനലോഗ് പ്രസിദ്ധീകരിച്ച ഡാറ്റ പ്രകാരം ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് ഭാഷ? അപ്പോൾ 2025 എത്തനലോഗ് പ്രസിദ്ധീകരിച്ച ഡാറ്റ പ്രകാരം ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷയാണ് ഇംഗ്ലീഷ്. 2ാം സ്ഥാനം മണ്ടാരിനാണ്. ചൈനീസ് നേരത്തെ 1ാം സ്ഥാനമായിരുന്നു ചൈനീസ് മണ്ടാരിന്, ഇപ്പോൾ 2ാം സ്ഥാനമാണ്. 3ാം സ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹിന്ദിക്കാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു 2025 എത്തനലോഗ് പ്രസിദ്ധീകരിച്ച ഡാറ്റ പ്രകാരം ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷയാണ് ഇംഗ്ലീഷ്. 2ാം സ്ഥാനം മണ്ടാരിനാണ് ചൈനീസ്. 3ാം സ്ഥാനം ഹിന്ദിയാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചാക്കോസ് ദ്വീപുകളുടെ പരമാധികാരം ലഭിച്ച രാജ്യം ഏതാണ് എന്നുള്ള ചോദ്യം. ഓക്കെ, അപ്പോൾ ലഭിച്ചത് മൗറീഷ്യസിനാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ
മഹാസമുദ്രത്തിലെ ചാക്കോസ് ദ്വീപുകളുടെ പരമാധികാരം ലഭിച്ച രാജ്യമാണ് മൗറീഷ്യസ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ 60ഓളം ദ്വീപുകളുടെ സമൂഹമാണ് ആഫ്രിക്കയിലെ അവസാന ബ്രിട്ടീഷ് കോളനിയായിരുന്ന ചാക്കോസ് ദ്വീപുകൾ. അന്താരാഷ്ട്ര നീതിന്യായ കോടതി വരെ നീണ്ട തർക്കങ്ങൾക്കൊടുവിൽ ബ്രിട്ടനിലെയും മൗറീഷ്യസിനെയും സർക്കാരുകൾ ഒത്തുതീർപ്പ് കരാറിൽ എത്തിയതിനെ തുടർന്നാണ് ചാക്കോസ് ദ്വീപുകളുടെ പരമാധികാരം മൗറീഷ്യസിന് ലഭിച്ചത്. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചാക്കോസ് ദ്വീപുകളുടെ പരമാധികാരം ലഭിച്ച രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് മകളെ മൗറീഷ്യസ് ആണ്. ഓക്കെ, മൗറീഷ്യസ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ 60ഓളം ദ്വീപുകളുടെ സമൂഹമാണ് ആഫ്രിക്കയിലെ അവസാന ബ്രിട്ടീഷ് കോളനിയായിരുന്ന ചാക്കോസ് ദ്വീപുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് നാപ്പാം ഗേൾ. വളരെയധികം എന്താണ് ഈ പറയുന്ന നമ്മുടെ സോഷ്യൽ മീഡിയാസിലൊക്കെ വന്ന ഒരു ഫോട്ടോയാണ് നാപ്പാം ഗേൾ. അതായത് നാപ്പാം ഗേൾ എന്ന ഫോട്ടോയുടെ ക്രെഡിറ്റ് പേരിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട പ്രശസ്ത ഫോട്ടോഗ്രാഫർ പിന്നീട് വളരെയധികം ചർച്ചയാവുകയുണ്ടായി. നിക്ക് ഉട്ടാണ്. നിക്ക് ഉട്ട് നമുക്കറിയാം, വിയറ്റ്നാം യുദ്ധത്തിൻ്റെ ആ ഒരു ബോംബേറിൽ വിറങ്ങലിച്ച് അലറിക്കരഞ്ഞ നഗ്നയായി ഓടി വരുന്ന ഒരു പെൺകുട്ടിയുടെ ചിത്രം, അതാണ് ഈ പറയുന്ന നാപ്പാം ഗേൾ എന്ന് പറയുന്നത്. യുദ്ധവുമായി ബന്ധപ്പെട്ട് ഏതൊരു വാർത്തകൾ വരുമ്പോഴും അതിൻ്റെ അകത്തൊക്കെ ഈ പറയുന്ന നാപ്പാം ഗേളിൻ്റെ പിക്ചർ വരാറുണ്ട്. അപ്പോൾ വിയറ്റ്നാം യുദ്ധത്തിനിടെ ബോംബേറിൽ വിറങ്ങലിച്ച് അലറിക്കരഞ്ഞ് നഗ്നയായി ഓടി വരുന്ന ആ ഒരു പെൺകുട്ടിയുടെ ചിത്രമാണ് നാപ്പാം ഗേൾ. US വാർത്താ ഏജൻസി AP-യുടെ ഫോട്ടോഗ്രാഫറായിരുന്ന നിക്ക് ഉട്ടിനാണ് 1973 വേൾഡ് പ്രസ് ഫോട്ടോഗ്രാഫ് ഓഫ് ദ ഇയർ നേടിക്കൊടുത്ത ചിത്രമായിരുന്നു നാപ്പാം ഗേൾ. ചിത്രമെടുത്തത് നിക്കൂട്ട് അല്ലെന്ന് വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ നടത്തിയ അന്വേഷണത്തെ തുടർന്നാണ് വേൾഡ് പ്രസ് ഫോട്ടോ സംഘടന ഫോട്ടോയുടെ ക്രെഡിറ്റ് പേരിൽ നിന്നും നിലവിൽ അദ്ദേഹത്തെ ഒഴിവാക്കിയത്. ഓക്കെ, അപ്പോൾ നാപ്പാം ഗേൾ എന്ന ഫോട്ടോയുടെ ക്രെഡിറ്റ് പേരിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട പ്രശസ്ത ഫോട്ടോഗ്രാഫർ ആരാണ് എന്ന് ചോദിച്ചാൽ അത് നിക്ക് ഉട്ടാണ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. പേര് നിക്ക് ഉട്ട്. ശ്രദ്ധിക്കുക, പേര് നിക്ക് ഉട്ടാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ നാപ്പാം ഗേൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? വിയറ്റ്നാം യുദ്ധത്തിനിടെ ബോംബേറിൽ വിറങ്ങലിച്ച് അലറിക്കരഞ്ഞ് ഓടുന്ന പെൺകുട്ടിയുടെ ചിത്രമാണ് ഈ പറയുന്ന നാപ്പാം ഗേൾ എന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഓക്കെ, അടുത്തത് കലാസാഹിത്യവേദിയുടെ 4ാമത് മാടമ്പ് കുഞ്ഞിക്കുട്ടൻ സ്മാരക പുരസ്കാരത്തിന് അർഹനായത് ആശാ മേനോനാണ്. കലാസാഹിത്യവേദിയുടെ 4ാമത് മാടമ്പ് കുഞ്ഞിക്കുട്ടൻ സ്മാരക പുരസ്കാരത്തിന് അർഹനായത് ആശാ മേനോൻ. ഗൂഗിൾ പുതുതായി പുറത്തിറക്കിയ ആപ്ലിക്കേഷനുകളുടെ പ്രകടനം വേഗത്തിലാക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ള 7ാം തലമുറ സെൻസർ പ്രോസസ്സിംഗ് യൂണിറ്റാണ് അയൺവുഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഗൂഗിൾ പുതുതായി പുറത്തിറക്കിയ 7th ജെൻ എന്താണ് സെൻസർ പ്രോസസ്സിംഗ് യൂണിറ്റാണ് അയൺവുഡ്. ഓർത്തു വെച്ചോ. അപ്പോൾ ഗൂഗിളിൻ്റെയാണ് അയൺവുഡ് എന്ന് പറയുന്ന 7th ജെൻ സെൻസർ പ്രോസസ്സ് യൂണിറ്റാണ് അയൺവുഡ്. ഓക്കെ, 2025 മെയ്യിൽ ഗവേഷകർ മേഘാലയയിൽ നിന്നും കണ്ടെത്തിയ ഗുഹയിൽ വസിക്കുന്ന പുതിയ ഇനം മത്സ്യമാണ് ഷിസ്റ്റുറ ഡെൻസി ക്ലാവ. ഓർത്തു വെച്ചോ, അത്യാവശ്യം നല്ല ടഫായിട്ടുള്ള പേരാണ്. എനിക്കിതിൻ്റെ അകത്ത് ഒന്നും ചെയ്യാനില്ല മക്കളെ. കാരണം ഈ ഒക്കെ പേര് നമ്മൾ എന്താ 1, 2, 3 തവണയൊക്കെ നമ്മൾ കേട്ടു പോവുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് എഴുതി വയ്ക്കുക. ഇതൊക്കെയാണ് നമ്മളിത് ഓർത്തിരിക്കാനായിട്ട് പേരുള്ളത്. ചിലപ്പോൾ ചോദിക്കാം ഇങ്ങനെ 2025 മെയ്യിൽ ഗവേഷകർ മേഘാലയയിൽ നിന്നും കണ്ടെത്തിയ ഗുഹയിൽ വസിക്കുന്ന പുതിയ ഇനം മത്സ്യമാണ് ഷിസ്റ്റുറ ഡെൻസി ക്ലാവ. അല്ലെങ്കിൽ ചോദിക്കാം ഷിസ്റ്റുറ ഡെൻസി ക്ലാവ താഴെ പറയുന്നവയിൽ ഏത് ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അതിൻ്റെ അകത്ത് ഈ പറയുന്ന പോലെ തന്നെ മത്സ്യം കൊടുക്കാം, അതേപോലെ തന്നെ എന്താണ് പക്ഷി അല്ലെങ്കിൽ മൃഗം, അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചോദിക്കാം. അല്ലെങ്കിൽ പിന്നെ ചോദിക്കാം നിലവിൽ ഈ പറയുന്ന ഷിസ്റ്റുറ ഡെൻസി ക്ലാവ പുതിയ ഇനം മത്സ്യം താഴെ പറയുന്നവയിൽ ഏത് സംസ്ഥാനത്തിൽ നിന്നാണ് കണ്ടെത്തിയത്? അപ്പോൾ PSCയുടെ ചോദ്യകർത്താവിന് നമ്മളെ കുഴപ്പിക്കാനായിട്ട് ഏത് ലെവലിൽ വേണമെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാം. നമ്മൾ എന്ത് ചെയ്യുക? മൊത്തമായി അങ്ങ് പഠിച്ചു വച്ചേക്കുക. അത്രയാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് ചെയ്യാനുള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഓരോ മാസത്തെയും കറണ്ട് അഫയേഴ്സ് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഓരോ എന്താണ് നമ്മുടെ സ്റ്റേറ്റ് വൈസ്, അതായത് 28 സംസ്ഥാനങ്ങളിലെയും കറണ്ട് അഫയേഴ്സ്, അതേപോലെ തന്നെ 14 ജില്ലകളുടെ കറണ്ട് അഫയേഴ്സ്, അതേപോലെ PSC ബുള്ളറ്റിൻ്റെ സ്പെഷ്യൽ കറണ്ട് അഫയേഴ്സ്, അതേപോലെ തന്നെ ഷുവർ ഷോട്ട് കറണ്ട് അഫയേഴ്സ് ചെയ്യാൻ പറ്റുന്നതെല്ലാം നമ്മൾ അങ്ങ് ചെയ്യുന്നുണ്ട്. ഇനി അതിലൊന്നും ഒരു കോംപ്രമൈസും ഇല്ല. പഠിക്കാൻ നിങ്ങൾ സെറ്റാണെങ്കിൽ 2025 നിങ്ങൾ ഉറപ്പായിട്ടും നല്ലൊരു ലിസ്റ്റിൽ വന്നിരിക്കും. ഞാൻ 1ാം റാങ്ക് ഒന്നും പറയുന്നില്ല കേട്ടോ. അതേപോലെ തന്നെ 2ാം റാങ്ക് നമുക്കില്ല. അതായത് ലിസ്റ്റ് അവസാനിക്കുന്നതിന് മുമ്പ് ആദ്യത്തെ ഒരു 100 റാങ്കിന് ഉള്ളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ജോലി കിട്ടിയിരിക്കും. ഓക്കെ,
അത്രയാണ് നമ്മൾ പറയുന്നുള്ളൂ, അത്രയാണ് നമ്മൾ ഗ്യാരണ്ടി ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇനി ലോക പുകയില വിരുദ്ധ ദിനം എന്നാന്ന് ചോദിച്ചാൽ മെയ് 31 ലോക പുകയില വിരുദ്ധ ദിനം, മെയ് 31. 2025 ലോക പുകയില വിരുദ്ധ ദിനത്തിൻ്റെ തീം എന്താണെന്ന് ചോദിച്ചാൽ അൺമാസ്കിംഗ് ദ അപ്പീൽ, എക്സ്പോസിംഗ് ഇൻഡസ്ട്രി സ്റ്റാറ്റിസ്റ്റിക്സ് ഓൺ ടുബാക്കോ ആൻഡ് നിക്കോട്ടിൻ പ്രൊഡക്ട്സ് എന്നുള്ളതാണ് 2025 ലോക പുകയില വിരുദ്ധ ദിനം. അതായത് മെയ് 31 അതിൻ്റെ തീമാണ് നമ്മൾ പറഞ്ഞത്. അൺമാസ്കിംഗ് ദ അപ്പീൽ, എക്സ്പോസിംഗ് ഇൻഡസ്ട്രി സ്റ്റാറ്റിസ്റ്റിക്സ് ഓൺ ടുബാക്കോ ആൻഡ് നിക്കോട്ടിൻ പ്രൊഡക്ട്സ്. ഓക്കെ, അടുത്തത് റൊമാനിയയുടെ പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റിൻ്റെ പേരാണ് നിക്കുസർ ഡാൻ എന്ന് പറയുന്നത്. അപ്പോൾ നിക്കുസർ ഡാൻ ആണ് റൊമാനിയയുടെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുത്തത്. നിക്കുസർ ഡാൻ ഒരു 5 പ്രാവശ്യം പറഞ്ഞോ, നിക്കുസർ ഡാൻ എന്നുള്ളത്. ഓക്കെ, അതുപോലെ നമ്മുടെ വീട്ടിൽ വല്ല പട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ പേര് ഇങ്ങനെ നിക്കുസർ ഡാൻ എന്നൊക്കെ വേണമെങ്കിൽ വിളിച്ചോ. അപ്പോൾ പിന്നെ എന്താണ്, അത് റൊമാനിയയുടെ പുതിയ പ്രസിഡന്റാന്ന് ഓർത്താൽ മതി. ഇത് പഠിക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടോ. ഓക്കെ, നിക്കുസർ ഡാൻ. ഓക്കെ, 2025-26 കേന്ദ്ര ബജറ്റിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച പ്രധാന കാർഷിക പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജനയാണ്, PMDKY എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ 2025-26 കേന്ദ്ര ബജറ്റിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച പ്രധാന കാർഷിക പദ്ധതിയുടെ പേരാണ് PMDKY, പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന. 5 പ്രാവശ്യം പറഞ്ഞോ, പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന, PMDKY. എന്താണ് 2026-2025 കേന്ദ്ര ബജറ്റിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച പ്രധാന കാർഷിക പദ്ധതിയാണ് പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന. പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന, PMDKY. 2018 ആരംഭിച്ച അസ്പിറേഷൻ ഡിസ്ട്രിക്ട് പ്രോഗ്രാമിൻ്റെ വിജയത്തെ തുടർന്നാണ് ഈ സംരംഭം ആരംഭിച്ചത്. കാർഷിക മാനദണ്ഡങ്ങളെ അടിസ്ഥാനമാക്കി 100 ജില്ലകളിൽ പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. പ്രധാന ലക്ഷ്യങ്ങളാണ് കാർഷിക ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക, വിള വൈവിധ്യവൽക്കരണവും സുസ്ഥിര കാർഷിക രീതികളും സ്വീകരിക്കുക. അപ്പോൾ വിള വൈവിധ്യവൽക്കരണവും സുസ്ഥിര കാർഷിക രീതികളും ഇതുവഴി സ്വീകരിക്കുക. പഞ്ചായത്ത് ബ്ലോക്ക് തലത്തിൽ വിളവെടുപ്പിന് ശേഷമുള്ള സംഭരണം വർദ്ധിപ്പിക്കുക. ജലസേചന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക. ദീർഘകാല ഹ്രസ്വകാല വായ്പകളുടെ ലഭ്യത സുഗമമാക്കുക. അപ്പോൾ എന്തൊക്കെയാണ് പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് ചോദിച്ചാൽ കാർഷിക ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക, വിള വൈവിധ്യവൽക്കരണവും സുസ്ഥിര കാർഷിക രീതികളും സ്വീകരിക്കുക, പഞ്ചായത്ത് ബ്ലോക്ക് തലത്തിൽ വിളവെടുപ്പിന് ശേഷം സംഭരണം വർദ്ധിപ്പിക്കുക, ജലസേചന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക, ദീർഘകാല ഹ്രസ്വകാല വായ്പകളുടെ ലഭ്യത സുഗമമാക്കുക. ഇത്രയാണ് പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഷിരുയി ലില്ലി ഫെസ്റ്റിവൽ നടക്കുന്ന സംസ്ഥാനം എവിടെയാണ്? അപ്പോൾ ഷിരുയി ലില്ലി ഫെസ്റ്റിവൽ ആണ് കേട്ടോ. അപ്പോൾ ഷിരുയി ലില്ലി ഫെസ്റ്റിവൽ നടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് മണിപ്പൂരാണ്. ഓക്കെ, അപ്പോൾ ഷിരുയി ലില്ലി എന്ന് പറയുന്നത് മണിപ്പൂരിൻ്റെ ദേശീയ പുഷ്പമാണ് ഷിരുയി ലില്ലി എന്ന് പറയുന്നത്. മണിപ്പൂർ ടൂറിസം വകുപ്പ് എല്ലാ വർഷവും സംഘടിപ്പിക്കുന്ന മണിപ്പൂരിൻ്റെ സാംസ്കാരിക ഉത്സവമാണ് ഏതെന്ന് പറയുന്നത്, ഈ പറയുന്ന ഷിരുയി ലില്ലി എന്ന് പറയുന്നത്. അപ്പം ഷിരുയി ലില്ലി എന്ന് പറയുന്നത് എന്താ, മണിപ്പൂരിൻ്റെ സംസ്ഥാന പുഷ്പമാണ്. ഇതാണ് എന്തെന്ന് പറയുന്നത്, അവിടുത്തെ ദേശീയ ഉത്സവമായിട്ട്, അതായത് ഷിരുയി ലില്ലി ഫെസ്റ്റിവൽ അത് നടക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് എവിടെയാണ്, നമ്മുടെ മണിപ്പൂർ സംസ്ഥാനത്താണ്. അവരുടെ പുഷ്പമാണ്, അതായത് സംസ്ഥാന പുഷ്പമാണ് ഷിരുയി ലില്ലി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മണിപ്പൂരിൻ്റെ സാംസ്കാരിക ഉത്സവം ചോദിച്ചാൽ അത് താഴെ പറയുന്നവയിൽ ഷിരുയി ലില്ലി എവിടത്തെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മണിപ്പൂരിൻ്റെ എന്താണ് സംസ്ഥാനത്ത് നടക്കുന്ന ഫെസ്റ്റിവലാണ്, മണിപ്പൂർ സംസ്ഥാനത്ത് നടക്കുന്ന ഫെസ്റ്റിവലാണ് ഷിരുയി ലില്ലി എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ പറയുന്ന മെയ് മാസത്തിലെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഇതിൻ്റെ അകത്ത് PSC ബുള്ളറ്റിൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ പറയുന്ന പോലെ തന്നെ പല പ്രമുഖ പ്രസിദ്ധീകരണങ്ങളിൽ നിന്നും നമ്മൾ ഇതിൻ്റെ അകത്ത് ചേർത്തിട്ടുണ്ട്. അതേപോലെ ന്യൂസ് പേപ്പേഴ്സ് എല്ലാം നോക്കിയിട്ടാണ് ഈ ഒരു കറണ്ട് അഫയേഴ്സ് സെക്ഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ക്ലാസ് കണ്ടു കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ PDF നോട്ട് നിങ്ങൾക്ക് ടെലഗ്രാമിൽ അവൈലബിൾ ആയിരിക്കും. ആരെങ്കിലും ടെലഗ്രാമിൽ മകളെ ജോയിൻ ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യുക. 10 പൈസ നിങ്ങൾക്ക് മുടക്കില്ല ഈ പറയുന്ന ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും. നിങ്ങൾ മൊബൈൽ ഡേറ്റ
നിലവിൽ ആക്ടിവേറ്റ് ചെയ്ത ഉദ്യോഗാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഈ പറയുന്ന ക്ലാസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ നമ്മുടെ കണ്ടൻറ്റുകൾ, അതായത് ഈ പറയുന്ന എന്താണോ ഞാൻ ഈ പഠിപ്പിച്ച കാര്യങ്ങൾ, അത് അങ്ങനെ തന്നെയുള്ള PDF നോട്ടായിട്ട് നിങ്ങൾക്ക് ടെലഗ്രാമിൽ അവൈലബിൾ ആയിരിക്കും. അത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ആക്സസബിൾ ആവുന്ന തരത്തിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ടെലഗ്രാമിൽ ഫയൽസിൽ ഈ പറയുന്ന സാധനങ്ങൾ എന്നും അവിടെ തന്നെ കിടക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും റിവിഷൻ ചെയ്യാം. അപ്പോൾ ഞാൻ തരുന്ന ക്ലാസ്സുകളാണെങ്കിലും PDF നോട്ടുകളാണെങ്കിലും നിങ്ങൾക്ക് ലൈഫ് ലോങ്, എന്നാണോ നിങ്ങൾക്ക് ഒരു ജോലിക്ക് കയറുന്നത് അന്ന് വരെയും നിങ്ങൾക്ക് ഇതൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. 10 പൈസ മുടക്കില്ല. നിങ്ങൾ പഠിച്ചാൽ മാത്രം മതി. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതൊക്കെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പറയാനായിട്ട് ഉദ്ദേശിച്ചുള്ളൂ. ഏകദേശം 200-ൽ പരം ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വസ്തുതകളും ഏകദേശം നമ്മളിന്ന് ചർച്ച ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ 1, 2, 3 തവണ എന്ത് ചെയ്യുക, ക്ലാസ് മക്കളെ ഒന്ന് കണ്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല പേരുകളും നമ്മൾ ആദ്യമായിട്ട് കേൾക്കുമ്പോൾ ഇതൊന്നും നമ്മുടെ മനസ്സിലേക്ക് വരണമെന്നില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, വല്ല ഹെഡ്സെറ്റൊക്കെ വെച്ചോ അല്ലെങ്കിൽ ബ്ലൂടൂത്ത് സ്പീക്കറൊക്കെ ഓൺ ചെയ്ത് അതിൻ്റെ അകത്ത് വെച്ചിട്ടായാലും 2, 3, 4 തവണ എന്ത് ചെയ്യുക, ക്ലാസ് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. അതിൻ്റെ കൂടെ തന്നെ അതിനുശേഷം ഈ നോട്ടും നിങ്ങൾ പക്ക സെറ്റായിട്ട് വായിക്കാനും ശ്രമിക്കുക. ഇനി ഈ ഒരു ക്ലാസ് കണ്ടു കഴിഞ്ഞ് നിങ്ങൾ ഈ നോട്ട് വായിച്ചു, അതിനുശേഷം കൃത്യം 9 മണിക്ക് ഈ ക്ലാസ്സുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ക്വസ്റ്റ്യൻ പോൾ നമ്മുടെ ടെലഗ്രാമിലുണ്ടാവും. അതിൽ കൂടി നിങ്ങൾ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ 3 കാര്യങ്ങളിലൂടെയും സിസ്റ്റമാറ്റിക്കായിട്ട് നിങ്ങൾ പഠിച്ച് സെറ്റായി പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും 2025 നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹമായിട്ടുള്ള ഒരു സർക്കാർ ജോലി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളൂ. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കുക. അതേപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ അടുത്തുള്ള എക്സാമുകൾ വരട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേഷനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.